ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഏകദേശം എന്തായാലും കഴിഞ്ഞു ഗൈസ്. ഓക്കെ ഇപ്പം എന്തായാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തായാലും നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ പക്ഷേ മഴയെല്ലാം ഫുള്ളായിട്ട് തീർന്നിട്ട് എന്തായാലും ഉണ്ടാകും. ക്രിസ്മസ് ഒക്കെ തീർന്നില്ലേ ഓക്കെ. എന്നാലും നമ്മുടെ വീട് ഇപ്പോഴും ഗൈസ് മൊത്തത്തിൽ മഞ്ഞിൻ്റെ ഇടയിൽ എന്തായാലും കിടക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ മഞ്ഞിനെല്ലാം ഒന്ന് എടുത്ത് മാറ്റണം ഗൈസ് ഉണ്ട്. എൻ്റെ മുമ്പ് ഇത് എന്താണ് ഗൈസ്, മൊത്തത്തിൽ മഞ്ഞാണല്ലോ, മഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യ ഗൈസ് ഉണ്ട്. മൊത്തത്തിൽ മഞ്ഞാണ്. ഓക്കെ അതേപോലെ തന്നെ ഉണ്ട് വീടിൻ്റെ അകത്ത് മൊത്തത്തിൽ മഞ്ഞാണ്. ഈ മഞ്ഞിനെയൊക്കെ എടുത്തൊന്ന് മാറ്റണം. എടാ ഷിൻജാനെ ഒന്ന് വാടാ. എന്ത് ഫ്രാങ്ക്ലി ചേട്ടാ? എടാ ഷിൻജാനെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്ന് ഈ സ്വിമ്മിംഗ് പൂളിലുള്ള മഞ്ഞും പിന്നെ ഈ വീടിൻ്റെ പെയിൻ്റ് എല്ലാം മാറ്റി നമുക്ക് പഴയതുപോലെ ആക്കണം. ഫ്രാങ്ക്ലി ചേട്ടാ അത് വേണോ? ഇങ്ങനെ ഇരിക്കണല്ലേ രസം. അല്ലാതെ തന്നെ വെയിലടിക്കുമ്പോൾ തന്നെത്താനെ സാധനം അങ്ങ് ഏതാണ് അലിഞ്ഞ് വെക്കുള്ളൂ. എടാ ഷിൻജാനെ ചുമ്മാ അലിഞ്ഞ് ഇവിടെ മൊത്തം വെള്ളം. അതിനേക്കാളും നല്ല നമുക്ക് തന്നെ വാരി കളഞ്ഞഴിഞ്ഞ സാധനം മൊത്തം ക്ലീൻ ആയിട്ടിരിക്കും. എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലി ചേട്ടാ എനിക്കാണെങ്കിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ഞാൻ കിച്ചണിൽ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. അല്ല ഒരു മിനിറ്റ്, നീ സാധാരണ കിച്ചണിൽ കയറാറില്ലല്ലോ, ഇന്നിപ്പോൾ നീ എന്തിനാടാ കിച്ചണിൽ കയറിയ? അത് പിന്നെ ഫ്രാങ്ക്ലി ചേട്ടാ എനിക്കെന്തോ കുക്കീസ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം തോന്നി. അതുകൊണ്ട് ഞാൻ 7-8 കുക്കീസ് അങ്ങ് ഉണ്ടാക്കി വെച്ച്. ആ ശരി, നീ പോയി 2-3 കുക്കി എടുത്തിട്ടാ. ഫ്രാങ്ക്ലി ചേട്ടൻ ഇപ്പോൾ തരുമല്ലോ, ഫ്രാങ്ക്ലി ചേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ടേ തരുമോ? ആ ശരി എന്നാൽ. ഞാൻ ഇത്രയും കാലം അവന് KFCയും ചിക്കനും ബർഗറും എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് വേണ്ട, ഇപ്പം എനിക്ക് ആ ഒരു കുക്കീസ് തരണല്ലേ, ശരിക്കും വേണ്ട. ഓക്കെ നമുക്ക് തന്നെ എന്തായാലും നമ്മുടെ ഈ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്യാം. ഞാൻ എന്തായാലും പോയിട്ടില്ലേ നമ്മുടെ ഒരു ഷവൽ എടുത്തിട്ട് വരാം. ഓക്കെ നമ്മുടെ മുകളിലൊരു ഷവൽ ഇരിപ്പുണ്ട്, നമുക്ക് എന്തായാലും പോയി ഒരു ഷവൽ അങ്ങ് എടുത്തിട്ട് വരാം. ഓക്കെ അതാരാണ് ഗൈസ്? ഇപ്പം ആരോ വീട്ടിലോട്ട് വന്നെന്ന് തോന്നുന്നു. എനിക്ക് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം നമ്മുടെ വീട്ടിൽ ബെല്ലടിക്കുന്ന ഒരു സൗണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് പോവാം. ഹലോ നിങ്ങൾ ആരാണ്? എൻ്റെ ബോയ്സ് എന്താണ്? എൻ്റെ ബോയ്സ് എന്താണ്? ഹലോ 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 ഷിൻചാൻ ഉണ്ടോ ഇവിടെ? ഷിൻചാൻ എൻ്റെ പേര് ഓഗി എന്നാണ്, ഞാൻ ഷിൻചാൻ്റെ ഫ്രണ്ടാണ്. അല്ല നീ ഒരു ജിന്നല്ലേ, നീ ആരാണ്? അയ്യോ ചേട്ടൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഷിൻചാൻ്റെ ചേട്ടനല്ലേ ഫ്രാങ്ക്ലിൻ ചേട്ടൻ? ആ തന്നെ. അല്ല നിൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേരാണ് ഓഗി, ഞാനൊരു ജിന്നാണ്. അതുപോലെ ഇതെൻ്റെ കൂട്ടുകാരൻ കോക്രോച്ച്. ഹായ് ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഹൗ ആർ യു? അല്ല നിങ്ങളൊക്കെ ഷിൻചാൻ്റെ ഫ്രണ്ട്സാണോ? ആ അവനാണെങ്കിൽ ഇന്ന് വീട്ടിൽ ഞങ്ങൾ രാവിലെ തന്നെ വിളിച്ചിറങ്ങി നിങ്ങളുടെ ഈ വീട്ടിലോട്ട് വരാൻ. അവൻ കുറേ കുക്കീസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ കുറേ ദിവസമായി കണ്ടിട്ട്. ഞങ്ങൾ അവസാനമായിട്ട് കണ്ടത് 2-3 വർഷം മുമ്പ് നമ്മുടെ ഏതാണ് ലോസ് ആൻഡോസിലുള്ള ആ ഒരു സ്കൂളിൽ വെച്ചാണ്. ആ ശരി ഷിൻചാൻ്റെ ഫ്രണ്ട്സ് തന്നെയല്ലേ, അതാ വല്ല കളമാരെല്ലാണ്? അയ്യോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്, ഞാനൊരു ജിന്നാണ്. അതേപോലെ ഇതെൻ്റെ ഫ്രണ്ട് കോക്രോച്ച്. ഞങ്ങളെല്ലാവരും വലിയൊരു ഫ്രണ്ട്സാണ്. ആ ശരി നിങ്ങളിപ്പോൾ അകത്ത് കയറുക. ആ എടാ ഓഗിയെ വാടാ. ആടാ കോക്രോച്ച്. എടാ ഷിൻചാനെ. ആ ഓഗി കോക്രോച്ച് നിങ്ങൾ രണ്ടുപേരും വന്നാ? ഓഗി കോക്രോച്ച് ഇതാണ് എൻ്റെ ചേട്ടൻ ഫ്രാങ്ക്ലിൻ ചേട്ടൻ. എടാ അതൊക്കെ എപ്പോഴേ ഞങ്ങൾ പരിചയപ്പെട്ടു. നിങ്ങളിപ്പോൾ വീട്ടിൽ വന്ന് കയറി. അല്ല നിങ്ങളുടെ വീടാകെ അലങ്കോലമായിട്ട് കിടക്കുകയാണല്ലോ, മൊത്തത്തിൽ മഞ്ഞൊക്കെയാണല്ലേ. മൊത്തത്തിൽ നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോൾ ആകെ അലിമ്പായി. അയ്യോ എനിക്ക് മഞ്ഞെന്ന് പറയുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ആ എടാ കോക്രോച്ച് നീ ഒന്ന് മര്യാദയ്ക്കൊന്ന് അവിടെ ഇരി. അല്ല നിങ്ങളുടെ വീട്ടിൽ മൊത്തം മഞ്ഞാണല്ലോ, പിന്നെ ഞങ്ങളെവിടെ ഇരിക്കാനാണ്? എവിടെ സോഫയുടെ അല്ലേ, സോഫയിൽ പോയി ഇരി, പിന്നെ എന്തിനു കിടന്ന് ചിലക്കണ? ആ സോറി ചേട്ടാ. ആ നിങ്ങളിപ്പോൾ വരാൻ കാരണം എന്താണ്? ഷിൻചാൻ വിളിച്ചിട്ടാണ് വന്നത്. അതെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇവരാണെങ്കിലില്ലേ കുറേ ദിവസമായിട്ട് എന്നെ ഫോണിൽ വിളിച്ച് പറയായിരുന്നു എനിക്ക് നിൻ്റെ ഇന്ത്യൻ സിറ്റി ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റി കാണണമെന്ന്. ഓ അങ്ങനെയാ, സിറ്റി ചുറ്റി കാണാൻ വേണ്ടിട്ടോ ഇത്രയും കഷ്ടപ്പെട്ടു വന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാമായിരുന്നല്ലോ. അത് വേണ്ട, ഞങ്ങൾ റിയലായിട്ട് എല്ലാം കാണണം, അതാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത്. ആ ശരി ഞാൻ കാണിക്കാം. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യും, കുക്കീസൊക്കെ കഴിച്ചിരി. ഞാനില്ലേ വണ്ടിയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത്, വണ്ടി മൊത്തം മഞ്ഞിൽ പുതഞ്ഞിടങ്ങാണ്. ഗായ്സ് ഇതാരൊക്കെയാണെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല കേട്ടോ. യാതോ ഓഗി കോക്രോച്ചൊക്കെ നമ്മുടെ വീട്ടിൽ വന്നേക്കാണ്. എൻ്റെ ദൈവമേ ഷിൻചാനാണ് കേസ് വരെയൊക്കെ വലിച്ച് വീട്ടിൽ കയറ്റി. ഇതൊക്കെ ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടോ കേസൊക്കെ. ഷിൻചാൻ്റെ ഫ്രണ്ട്സ് പോലെ ആയിരിക്കും, എനിക്കറിയാൻ പാടില്ല കേട്ടോ. നമുക്കെന്തായാലും നേരെ നമ്മുടെ BMW എന്നൊക്കെ നൈസായിട്ട് എന്തായാലും മാറ്റിയിടാം കേട്ടോ. മൊത്തത്തിൽ മഞ്ഞാണ് കേസൊക്കെ. ഈ മഞ്ഞൊക്കെ ഒന്ന് എന്തായാലും മാറ്റണം കേസൊക്കെ. നമുക്കെന്തായാലും ഈ വഴിയിലുള്ള മഞ്ഞെന്തായാലും അല്പം എന്തായാലും മാറ്റാൻ കേസ്. ഓക്കെ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് വരൂ. ആടെ ഷിൻചാനെ ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ്. ഓക്കെ ഇവിടെ ഇപ്പം നമ്മുടെ BMW അതുപോലെ തന്നെ GTR ആയിട്ട് മാറ്റിയിട്ട് കേട്ടാ.
എന്താ ഷിൻചാൻ, എന്താ നീ എന്നെ വിളിച്ച? ഫ്രാങ്ക്ലി ചേട്ടൻ അറിയാമോ? നമ്മുടെ ഈ ഓഗിയില്ലേ, ഈ ഒരു ഓഗി ഒരു വലിയൊരു ജിന്നാണ്. ഓഗിക്ക് എന്തുവാണെങ്കിലും ചേട്ടൻ. ഫ്രാങ്ക്ലി ചേട്ടാ, എനിക്ക് എന്തുവാണെങ്കിലും ചെയ്യാൻ പറ്റും. ഫ്രാങ്ക്ലി ചേട്ടാ എന്തുവാണെങ്കിലും ചോദിച്ചോ, ഞാൻ അതെല്ലാം ചെയ്തുതരും. ഓ, ഒന്ന് ചുമ്മാ തള്ളാതോടെ മിണ്ടായിരടാ. അല്ല, നീ ഇപ്പൊ എന്തോ ഒരു കാര്യം തള്ളു പറഞ്ഞല്ലോ, അതേപോലെ കോക്രോച്ചിനും ചെയ്യാൻ പറ്റുമോ? ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു സാധാരണ ഒരു കോക്രോച്ചാണ്. നമ്മുടെ ഓഗി ഒരു വലിയൊരു ജിന്നാണ്. ചേട്ടനെ അവനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെയാണോ? എന്നാൽ നിങ്ങൾ രണ്ടുപേരും വെളിവാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ടേ. ഫ്രാങ്ക്ലി ചേട്ടാ എന്തുവാണെന്ന് ചോദിച്ചോ, ഞാൻ അതെല്ലാം തന്നോളാം. ശരി. എന്നാൽ പിന്നെ എനിക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു ഗോൾഡൻ ലംബോർഗിനിയുടെ സിയാൻ വേണം. നിന്നെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ. ഹോം ഗ്രീം ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ഗോൾഡൻ ലംബോർഗിനി സിയാൻ വരട്ടെ. ഷിൻചാൻ, ഇവിടെ ഇപ്പൊ ശരിക്കും ഒരു ഗോൾഡൻ ലംബോർഗിനിയുടെ സിയാൻ വന്നല്ലോ. അതേനല്ലോ ഫ്രാങ്ക്ലി ചേട്ടാ ഞാൻ ഇത്രയും നേരം പറഞ്ഞ. ഫ്രാങ്ക്ലി ചേട്ടന് വിശ്വാസമില്ലല്ലോ. അവനിപ്പോ ഞാൻ എന്തിയേ? അല്ലടാ, ഞാൻ ചുമ്മാന്ന് പറഞ്ഞാണ്. എന്നാലും എൻ്റെ ഓഗിയെ നീ ചെയ്തത് കൊള്ളാം കേട്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പൊ തന്നെ ഇവിടെ ലംബോർഗിനിയുടെ സിയാനെന്ന്. ഇനി എന്താ വേണമെങ്കിലും ചോദിച്ചോ, അതെല്ലാം ഞാൻ സാധിച്ചു തരാം. എന്നാ അങ്ങനെയാണോ? എന്നാ നിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഈ വീട്ടിലുള്ള മഞ്ഞ് ഏകദേശം നിന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ മാക്സിമം മാറ്റിത്താ. ഒരു കണക്ക് പറ എൻ്റെ ഫ്രാങ്ക്ലി ചേട്ടാ. ശരി, ബാക്കിയുള്ളടത്ത് മഞ്ഞ് മാറ്റണ്ട, അങ്ങനെ കിടക്കട്ടെ, പിന്നാലെ മാറ്റാൻ. നീ ഇപ്പം എങ്ങോട്ടും ഇങ്ങോട്ടും പോണ വഴികളും പിന്നെ ഈ ഫ്രണ്ട് അടഞ്ഞിരിക്കണ ആ മഞ്ഞക്കല്ല, അത് മൊത്തത്തിലൊന്ന് മാറ്റിത്താ. എന്നാൽ ഞാൻ സമ്മതിച്ച് നീ ഒരു ജിന്നു തന്നെയാണ്. ഓക്കെ, ഹോം ക്രീം, ഈ വഴികളൊക്കെ പഴയതുപോലെ ആവട്ടെ, മഞ്ഞൊക്കെ മാറി. ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിച്ചത്? എന്റെ പൊന്ന് കേസ്, ഓഗി സത്യം പറഞ്ഞ കേസ് ഒരു ജിന്ന് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അവനെ ചുമ്മാ ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ തന്നെ ഈ ഏരിയ മൊത്തത്തിലുണ്ട്, കാലിയായിട്ടുണ്ട്, മൊത്തത്തിൽ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ പഴയതുപോലെ തന്നെ സ്നോ അടപ്പുണ്ട്. മെയിൻ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ പറയാം. അതേപോലെ തന്നെ മെയിൻ ഭാഗം കംപ്ലീറ്റ് വൃത്തിയായിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ മഞ്ഞൊക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ ആളെ ഓഗിയെ കൊണ്ട് നല്ല ഉപയോഗം ഉണ്ടായിട്ടോ. വീടിൻ്റെ മഞ്ഞൊക്കെ മാറ്റാൻ പറ്റി. അല്ല, അപ്പം ഈ സ്വിമ്മിംഗ് പൂളും മരമൊക്കെ നിന്റെ അപ്പൂപ്പ വന്ന് മാറ്റി തരാം ഓഗി. അത് വേണമെങ്കിൽ ഫ്രാങ്ക്ലി ചേട്ടൻ തന്നെ മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറയണം, എന്നാൽ ഞാൻ മാറ്റി തരാം. വേണ്ട, നിന്നെ വെച്ച് വേറെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പം ഈ ഒരു വീടിൻ്റെ കളർ റെഡ് അല്ലേ? നിന്നെ കൊണ്ട് ഈ വീടിൻ്റെ കളർ മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റുമല്ലോ. ഞാൻ ചുമ്മാ ഒന്ന് കൈ അനക്കിയാൽ മതി, വീടിൻ്റെ കളർ ഏത് വേണമെങ്കിലും മാറും. അങ്ങനെയാണോ? എന്നാൽ എനിക്ക് ഈ വീടിൻ്റെ കളർ മാറ്റി ഒരു മഞ്ഞ കളറാക്കണം. നിന്നെ കൊണ്ട് പറ്റുമോ നോക്കാം. ഇതൊക്കെ സിമ്പിളല്ലേ? ഹോം ക്രീം, ഈ വീട് മൊത്തത്തിൽ ഒരു മഞ്ഞ കളറാവട്ടെ. ഇതിപ്പോ എന്താ ഉണ്ടായത്? ഒറ്റയടിക്കാൻ ഇപ്പൊ മഞ്ഞ കളറാക്കി കേട്ടോ നമ്മുടെ വീടിന്. നമ്മുടെ വീട് ഓൾറെഡി വൈറ്റ് ആയിരുന്നു. നമ്മൾ ക്രിസ്മസിന് അത് റെഡ് കളറാക്കി, ക്രിസ്മസ് ഹൗസ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ടിരാണ് ഞാൻ ചുമ്മാ യോഗിയുടെ യെല്ലോ ആക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ ആ വീട് മൊത്തത്തിൽ യെല്ലോ കളർ ആക്കിയിട്ടുണ്ട് കേട്ടോ. നൈസറുണ്ട് കേട്ടോ ഇപ്പൊ കാണാനായിട്ട്. ഇനി ബാക്കി മഞ്ഞും ആ മുകളിലത്തെ ഫ്ലാഗും എല്ലാം കൂടെ മാറ്റിയ വീട് സെറ്റ്. എന്നാലും ഞാൻ സമ്മതിച്ചു, നീ ഒരു ജിന്ന് തന്നെയാണ്. നിങ്ങളെന്തായാലും ഇപ്പം എനിക്ക് ഇത്രയും സഹായം ചെയ്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും സിറ്റി ഒന്ന് ചുറ്റി കാണിച്ചു തരാം. അല്ല, അപ്പം ഞാനും ഷിൻചാനും എവിടെ ഇരിക്കും? കോക്രോച്ച് ഫ്രാങ്ക്ലി ചേട്ടൻ്റെ അടുത്ത് പാസഞ്ചർ സീറ്റ് ചെയ്യുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും എവിടെ ഇരിക്കും? എനിക്കറിയണം. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ മുകളിൽ കയറിയിരി. എന്നെ കൊണ്ടൊന്നും മുകളിലിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു വലിയൊരു ഫാൻറ്റസി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എടാ, എൻ്റെ കയ്യിലൂടെ SUV ഒന്നും ഇല്ലടാ. ആകെയുള്ളതൊരു സെഡാനാണ്. എന്നെ കൊണ്ടൊന്നും വയ്യ സെഡാനിപ്പോൾ. എനിക്ക് SUV തന്നെ വേണം. എന്നാൽ ഒരു കാര്യം ചെയ്. അതുകൊണ്ട് ഇപ്പോൾ എടുക്കും. ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ നിന്നെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കി നോക്കട്ടെ. നീ എടുക്കടാ. അതൊക്കെ സിമ്പിൾ. ഹോം ക്രീം. ഇവിടെ ഇപ്പം തന്നെ ഒരു ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ സ്പോൺ ആവട്ടെ, അതും ബ്ലാക്ക് കളർ. ഇവിടെ ഇപ്പം ഉണ്ടായേ? എൻ്റെ മോനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് ബ്ലാക്ക് കളറിലുള്ളൊരു നൈസ് ഒരു ഫോർച്യൂണർ വന്നു കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞാണ്, ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഇതൊക്കെ എൻ്റെ വക ഒരു ഗിഫ്റ്റാണ്, ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഇതൊക്കെ വെച്ചോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ നിനക്ക് തരാൻ പോകണം. അപ്പോൾ അവിടെ ഇതൊക്കെ ഇനി എൻ്റെ സ്വന്തം. എനിക്ക് ചുമ്മാ 2 വണ്ടി കിട്ടി. ഓക്കെ. അപ്പം ഓഗി, കോക്രോച്ച്, ഷിൻചാൻ എല്ലാവരും പിടിച്ചിരുന്നോ? ഞാൻ ഈ വണ്ടി പറത്തി ഓടിക്കാൻ പോകണം. ഞാൻ സിറ്റി മൊത്തം കാണിച്ചു തരാം. ആദ്യത്തെ സംഭവമാണ് നമ്മുടെ ഈ വീട്. പിന്നെയെന്ന് വെച്ചാൽ ഈ കാണുന്ന പോലീസ് സ്റ്റേഷൻ. ഇത് നമ്മുടെ സിറ്റിയിലുള്ള മെയിൻ ഒരു ഐറ്റമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഫ്രാങ്ക്ലിൻ ചേട്ടാ. പിന്നെ ഈ കാണുന്നതാണ് എയർപോർട്ട്. ഓക്കെ, പിന്നെ അങ്ങോട്ട് പോയ ബീച്ചാണ്. അതായത് എൻ്റെ ഷിൻചാൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം. ഓക്കെ, അങ്ങോട്ട് പോയ ബീച്ചാണ്. എൻ്റെ പോയി വണ്ടി നൈസാണ് കേട്ടോ. ഓഗി പറഞ്ഞെടുത്താണ്. എൻ്റെ പൊന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഒന്ന് സംസാരിക്കാതെ വണ്ടി നരിയായി ഓടിക്കുക.
അപ്പം ഇതാണ് ബീച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബീച്ച് ഇഷ്ടമായല്ലോ. ആ അയ്യോ, ഞാൻ ഇവിടെ ഇപ്പോൾ തലയടിച്ച് വീണേ. അയ്യോ അയ്യോടാ ഓഗി, ആ ഫോർച്യൂണർ നശിച്ചു പോയടാ. നീ ഒരു കാര്യം ചെയ്, ഏത് വണ്ടി ഇപ്പോൾ വിളിക്കും? നീ ഒരു കാര്യം ചെയ്, നീ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബെൻസിൻ്റെ ഒരു ജീവാഗൺ കൊണ്ടുവാ. എന്നാൽ ശരിയെന്നാ. ഹോം ക്രീം ബെൻസിൻ്റെ ജീവാഗൺ വരട്ടെ, അതും ഒരു വൈറ്റ് കളർ. എൻ്റെ മോനെ, ഇവിടെ ഇപ്പോൾ ഓഗി പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഇതുകൊണ്ട് ഒരു വൈറ്റ് കളർ ജീവാഗൺ കൂടെ വന്നേട്ടാ. എല്ലാവരും വന്ന് വണ്ടി കയറ്. ആ ഫോർച്യൂണറിൻ്റെ കാര്യം നോക്കണ്ട, ആ ഫോർച്യൂണർ പിന്നെ ഞാൻ ശരിയാക്കി എടുത്തോളാം. ആ വണ്ടി കളയാനൊന്നും ഞാൻ പോകണില്ല. എനിക്ക് ആ വണ്ടി നല്ല രീതിക്ക് ഇഷ്ടമായി, നല്ലൊരു അടിപൊളി കളറ് ഫോർച്യൂണറായി. ഞാൻ പിന്നെ നിന്നെ എടുക്കുക, എന്നിട്ട് ശരിയാക്കി എടുക്കുക. നമുക്കിപ്പോൾ ഈ ഒരു ജീവാഗൺ എടുത്തോണ്ടോ. അങ്ങനെ ഗൈസ്, നമുക്കൊരു ജീവാഗൺ കൂടെ കിട്ടിയേക്കാണ് ഓഗിയുടെ വകയെന്ന്. എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിച്ചോട്ടോ, ഞങ്ങൾ ഈ സിറ്റി ഒന്ന് മൊത്തത്തിലൊന്ന് കാണിക്കുക, അതിനായിട്ടാണ് ഞങ്ങൾ വന്നത്. സിറ്റി മൊത്തം ചുറ്റി കാണിക്കാൻ വേണ്ടിയാണ് ഫ്രാങ്ക്ലിച്ചോട്ടോ ഇത്രയും വണ്ടി ഇത്രയും സഹായമൊക്കെ ചെയ്തത്. ആടാ ഓഗി, കാണിച്ചരാടാ. പിന്നെ ആ കാണുന്നതാണ് ഞങ്ങളുടെ സിറ്റിയിലുള്ള മെയിൻ ഹോസ്പിറ്റല്. ഇതാണ് നമ്മുടെ സിറ്റിയിലുള്ള മെയിനായിട്ടുള്ള ഏതാണ് ഗോഡൗൺ. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ടൗണാണ്, അതായത് ഒരു ജംഗ്ഷൻ പോലത്തെ ഒരു ഏരിയ. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ ഒരു ടൗണാണ്. ഓക്കെ, നമുക്കിപ്പോൾ നേരെ ടൗൺ ഏരിയയിലോട്ട് പോവാം. ഓക്കെ, എയർപോർട്ട് നിങ്ങൾ കണ്ടല്ലോ. ആ ഫ്രാങ്ക്ലിച്ചോട്ടോ, അത് ഞങ്ങൾ കണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു ഫ്ലാറ്റ് ഉണ്ട്. ഇവിടെയാണ് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ലെസ്റ്റർ താമസിക്കുന്നത്. ഷിൻജോ ഞങ്ങളോട് പറഞ്ഞു ലെസ്റ്റർ ആണെന്നല്ലേ. ആടാ ഓഗി, ലെസ്റ്റർ ആണ് ഇവിടെയാണ് താമസിക്കണത്. പുള്ളി വലിയൊരു ഹാക്കറാണ്. പിന്നെ ഈ കാണുന്ന ഈ വീടില്ലേ, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അവൻ്റെ പേര് ലാമർ എന്നാണ്. കണ്ട ഈ കാണുന്ന വീടില്ലേ, ഇതാണ്. കണ്ട, ഇതാദ്യം എൻ്റെ വീടായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിന് കൊടുത്ത്. അവനാണ് എനിക്ക് അതിന് പകരമായിട്ട് ഇഷ്ടം പോലെ ക്യാഷും 2-3 കാറും തന്ന്. ഓക്കെ, ഇനിയും ഇല്ലേ സ്ഥലങ്ങൾ. പിന്നെ അല്ലാതെ ഞങ്ങളുടെ ഇന്ത്യ വേറെ ലെവലല്ലേ. ഞങ്ങൾക്ക് ലോസ് ആൻഡോസ് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നല്ല എപ്പോഴെങ്കിലും പോവാം. പിന്നെ ഇതാണ് നമ്മുടെ സിറ്റിയിലുള്ള മെയിനായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കിടുക്കാച്ച് വേറെ ലെവലായിട്ടുള്ള ഒരു ജുറാസിക് പാർക്കും ഉണ്ട്. കണ്ടല്ലോ. അല്ല, ഒരു മിനിറ്റ്, ഇതെന്ത് സാധനം? ഇത് ഞങ്ങളുടെ സിറ്റി വന്നൊരു പുതിയൊരു പാർക്കാണ്. ചള്ള സീന് പാർക്കാണ്. വേറെ ലെവലാണ്, നൈസ് സാധനമാണ്. ഇവിടെ കണ്ട പിന്നെ വെള്ളമൊക്കെ ഉണ്ട്, അതുപോലെ കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ കണ്ട മറ്റേ സ്ലൈഡ് പോലത്തെ ഒരു സാധനമുണ്ട്. മൊത്തത്തിൽ വെള്ളത്തിൻ്റെ കളിയാണ്. അതായത് വെച്ചാൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഒരു കണക്കില്ല, അതാണ് ഉദ്ദേശിച്ചേക്കണം. ഓക്കെ, നമ്മുടെ മറ്റേ വണ്ടർല, അതേപോലെ നമ്മുടെ ഹാപ്പി ലാൻഡില്ലേ, അതേപോലെയൊക്കെ. മനസ്സിലായി. ഇനി സ്ഥലങ്ങളുണ്ടോ? ആടാ, ഇനിയുണ്ട്. ഇത് പാർക്ക്, ജുറാസിക് പാർക്ക്, റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഇനിയുണ്ട് കുറേ സാധനങ്ങൾ. അല്ല, ഇവിടെ സൂ ഒന്നുമില്ലേ? സൂ ഇല്ലടാ, അതിൻ്റെ പകരമായിട്ടാണ് ജുറാസിക് പാർക്ക് വെച്ചേക്കണം. എന്തായാലും അത് നൈസറുണ്ട് കേട്ടോ, എന്തായാലും കൊള്ളാം. പിന്നെ ഇതാണ് ഞങ്ങളുടെ സിറ്റിയിലുള്ള മെയിൻ പെട്രോൾ പമ്പ്. ഇവിടെ നിന്നാണ് എപ്പോഴും പെട്രോൾ അടിക്കുന്നത്. ഓക്കെ, ഇനിയും ഇല്ലേ? കൊണ്ടടാ ഓഗി, ഒന്ന് മിണ്ടാരടാ. എനിക്കിവിടെ കടിച്ചിട്ടോ അയ്യോ ഒരു കോക്രോച്ച് ആണെങ്കിലും എനിക്കിവിടെ കടിച്ചിടയാ. ഒന്ന് അടങ്ങിയിരടാ. ഞങ്ങളുടെ ഇന്ത്യയിലൊക്കെ കുറച്ച് കൊതുകളൊക്കെ കൂടുതലാണ്. എന്തായാലും നീ ഒരു ഇതൊക്കെ തന്നല്ലോ, എന്നിട്ട് അടങ്ങിയിരിയാടാ. അല്ല പിന്നെ അടുത്ത ഏരിയ ആണ് കാർ ഷോറൂം, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഏരിയ. അല്ല, അതെവിടാ? പക്ഷെ എൻ്റെ പൊന്നെ, ഇതെന്താണ് ഇവിടെ വലിയ റാമ്പൊക്കെ ഉണ്ടല്ലോ. അതെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ ഇത്രയും വണ്ടിയൊക്കെ തന്നില്ലേ, എനിക്ക് ആ റാമ്പ് ചാടണമെന്നൊരാഗ്രഹമുണ്ട്. ചെയ്തരാടാ. അയ്യോ, ഇതെന്താണ്? അയ്യോ, ഈ ഫ്രാങ്ക്ലിൻ ചേട്ടന് വണ്ടി നേരം ഓടിക്കാറുള്ളതാണ്. ഓഗി, ഈ ഫ്രാങ്ക്ലിൻ ചേട്ടന് വണ്ടിയൊന്നും ഓടിക്കാറുങ്ങടാ. എന്തായാലും കുഴപ്പമില്ല, ഇത്രയും സ്ഥലങ്ങളൊക്കെ കാണിച്ചില്ലേ. കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഒരു വണ്ടി തരാം. ചേട്ടൻ ഏത് വണ്ടിയാണോ ഇനി അടുത്ത്? ഇത്രയും നേരം SUV ഓടിച്ചാണ്ട് ഒരു സെഡാൻ എടുക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ഒരു വെറൈറ്റിക്കായിട്ട് ഒരു BMW M3 എടുക്കുക. അല്ല, ചേട്ടൻ്റെ കയ്യിലുണ്ടല്ലോ, വീട്ടിൽ പോയി എടുത്താൽ പോരെ? അത് മിണ്ടായിരം മര്യാദയ്ക്ക് വണ്ടി താ എനിക്ക്. ശരി, ഒരു പച്ച കളർ വരാം. പച്ച വേണ്ട, പച്ച എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. എനിക്കൊരു വൈറ്റ് മതി. ഹോം ക്രീം ഒരു വെള്ള കളറുള്ള BMW M3 വരട്ടെ. ഗൈസ്, ഈ ഓഗി വലിയൊരു സംഭവം തന്നെ കേട്ടോ. ഞാനിപ്പോൾ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, അപ്പം തന്നെ കണ്ട BMW M3 വന്നു. കണ്ട, നമ്മുടെ കയ്യിലുള്ള വണ്ടി തന്നെയാണ്. എൻ്റെ പൊന്നെ, ഒരു അടിപൊളി വൈറ്റ് കളറാണ്. ഓക്കെ, എടാ ഷിൻജാനെ, ഓഗി, കോക്രോച്ച് എല്ലാവരും വന്ന് വണ്ടി കയറ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ മതി. ജീവാഗണ, ഞാൻ നിന്നെ ഒന്ന് കുറച്ചായിട്ടൊന്ന് എടുക്കാം കേട്ടാ. ചുമ്മാ ഒരു BMW കൂടെ കിട്ടി.
സത്യം പറയാൻ ഗൈസ്, ഞാൻ മനഃപൂർവ്വം വണ്ടി മറിച്ചിട്ടാണ്. എനിക്ക് പുതിയ വണ്ടിക്ക് വേണ്ടിയിട്ടാണ്. ചുമ്മാ 3 വണ്ടി കിട്ടി ഗൈസ്. വാവ് നൈസ്. 3 ഗൈസ്, 4 വണ്ടി കിട്ടി. ഒരു ജി വാഗൺ, BMW, ഫോർച്യൂണർ, പിന്നെ സിയാൻ. ഓക്കെ, ഗോൾഡൻ. ഓക്കെ, അത് വീട്ടിലാണ്. അല്ല ഫ്രാങ്ക്ലി ചേട്ടാ, ഇതാണോ ചേട്ടൻ പറയാൻ കാർ ഷോറൂം? ആടെ ഓക്കെ, ഇതാണ് കാർ ഷോറൂം. പിന്നെ ഇതാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ ഏരിയ, മെയിനായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഏരിയ. പിന്നെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇവിടെ സ്റ്റണ്ട് ചെയ്യാനുള്ള സംഭവമുണ്ട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഈ വണ്ടി വെച്ചൊരു സ്റ്റണ്ട് ചെയ്തല്ല. പിന്നെ എന്താ ഓഗി, പക്ഷെ വണ്ടി ഡാമേജ് ആയ പുതിയ വണ്ടി ഇറങ്ങാം കേട്ടാ. അതൊക്കെ ഞാൻ പറയാം. എനിക്ക് സ്റ്റണ്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ ആ വലിയ റാമ്പില്ല, അതും കൂടെ ഒന്ന് ചാടണം. ആടെ ഓക്കെ, ഇത് നമുക്കങ്ങനെ നൈസായിട്ട് ചാടാം. വണ്ടി ഡാമേജ് ആവാതെ മതിയായിരുന്നു. ഓക്കെ, ഭാഗ്യം വണ്ടി ഡാമേജ് ആവൂലെന്ന് വിചാരിക്കുന്നു. അമ്മേ, അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടനെ വണ്ടി ഓടിക്കാൻ ഇറങ്ങൂടെ? അയ്യോടാ ഓക്കെ, ഈ വണ്ടിയുടെ സ്റ്റക്കായി പോടാ. കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും ഒരു വണ്ടി പറ, ഞാൻ അത് തരാം. ഇനിയിപ്പം ഏത് വണ്ടി പറയും? ഒരു കാര്യം ചെയ്, ഒരു ഏത് വണ്ടി എടുക്കും? ഒരു ഗോൾഡൻ സ്കോർപിയോ എൻ, മഹീന്ദ്ര സ്കോർപിയോ എൻ, അതും ഗോൾഡൻ. ശരി എന്നാ, ഹോം ക്രീം ഇവിടെ ഒരു ഗോൾഡൻ മഹീന്ദ്ര സ്കോർപിയോ എൻ വരട്ടെ. എന്നാലും എൻ്റെ ഓഗി നൈസറുണ്ട് കേട്ടോ. നിനക്ക് എവിടെ നിന്നാണ് ഈ ജിന്നിൻ്റെ പവറൊക്കെ കിട്ടിയേ? അതൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യും, എല്ലാവരും വന്ന് വണ്ടി കയറും. ഫ്രാങ്ക്ലിൻ ചേട്ടൻ വണ്ടി എടുക്കട്ടെ. പക്ഷെ എൻ്റെ പൊന്നെ, ഇന്നത്തെ 5ാമത്തെ വണ്ടിയാണ് കേസ് ഇതെന്ന് വെച്ചാലൊക്കെ. ചുമ്മാ 5 വണ്ടി കിട്ടിയോക്കെ. ഇതൊക്കെ ശരിയാക്കി എടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ 3 വണ്ടി അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചിട്ടേ. ഓക്കെ, അത് കുഴപ്പമില്ല, അതൊക്കെ അവിടെ ശരിയാക്കി എടുക്കുക, അല്ലെങ്കിൽ ഓഗിയെ കൊണ്ട് ശരിയാപ്പിക്കുക. ഓക്കെ, ശരി എല്ലാം ചെയ്തു തരാം. പക്ഷെ എനിക്ക് ആ മെഗാ റാമ്പ് ചാടണം. മെഗാ റാമ്പറല്ലല്ലോ, ആ വലിയ റാമ്പ് ചാടണം. ആടെ ഓഗി, നീ ഇത്രയും എനിക്ക് വണ്ടികളൊക്കെ തന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തുതരാം. നമുക്കപ്പോൾ ആ ഒരു വലിയ ഒരു ജമ്പും കൂടെ ചാടാം കേട്ടാ. നമ്മുടെ സിറ്റി നമ്മൾ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്ത് കണ്ടു. ഓക്കെ, അല്ലടാ ഷിൻചാനെ? ഫ്രാങ്ക്ലിൻ ചേട്ടൻ നമ്മൾ മൊത്തം 2 പേർക്ക് കാണിച്ചു കൊടുത്ത്. പക്ഷെ എൻ്റെ പൊന്നെ, ഗോൾഡൻ വണ്ടി കൊണ്ടാണ് ഫ്രാങ്ക്ലിൻ ചേട്ടൻ ചാടാൻ പോണ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, വല്ലതും നടക്കുവോ? നിനക്ക് ഈ ഫ്രാങ്ക്ലിനെ കുറിച്ച് അറിഞ്ഞൂടാ ഷിൻചാനെ. ഞാൻ ഇപ്പം നിനക്ക് കാണിച്ചു തരാൻ വേണ്ട ഷിൻചാനെ. എൻ്റെ പവർ നിനക്ക് അറിയത്തില്ലടാ ഷിൻചാനെ. നോയിക്കോ, ഈ സ്കോർപിയോ എന്നെ ഞാൻ നോയിക്കോ, ചൊവ്വ വരെ ഞാൻ എത്തിക്കും. നോയിക്കോ, എൻ്റെ വാക്കാണ്, ഞാൻ പറത്തി വിടുന്നേ. നോയിക്കോ. ഓക്കെ, കോക്രോച്ചെ പിടിച്ചിരുന്നോ? അയ്യോ എൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എന്നെ അടിച്ചൊരു പരുവാക്കല്ലേ. ഞാൻ ഒരു കോക്രോച്ചാണ്, ജീവിച്ച് വെക്കോട്ടെ. ഒന്ന് അടഞ്ഞിരടാ അവിടെ. ഞാൻ ഇവിടെ വണ്ടി നിർത്തിയൊന്നുമില്ല, ഞാൻ പെടച്ചു വിടാൻ പോണ്. ജീവൻ വേണമെങ്കിൽ മിണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം തന്നെ വണ്ടി നിറയും പോണം. അല്ല പിന്നെ എനിക്കല്ലാതെ വേറെ ഒന്നും പറയല. ഞാനിങ്ങനെ ഈ സ്കോർപിയോ ചാടിക്കാനായിട്ട് പോവുകയാണ്. 1 2 3 സ്റ്റാർട്ട്. എൻ്റെ മോനെ, നമ്മൾ സ്കോർപിയോ ചാടിച്ച് ഇതിപ്പെന്നുണ്ടായേ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടൻ താഴെ പോണേ. പേടിക്കണ്ടടാ ഷിൻചാനെ. എൻ്റെ പൊന്നടാ, നാട് ഒളിക്കി. എൻ്റെ അമ്മോ, ഇത് എന്താണ് നല്ല വീഴ്ചയാണല്ലോ വീണ. അയ്യോ ഷിൻചാനെ ഓഗി ആരെയും കാണാനില്ല. പക്ഷെ എൻ്റെ പൊന്നെ, വണ്ടിയുടെ ക്രാഷ് ലാൻഡായി. അകത്തുള്ളവർ ചത്തുപോയാൽ അത് ജീവനോടെ ഉണ്ടാകുന്ന എനിക്കറിയാൻ പാടില്ല. പക്ഷെ എൻ്റെ പൊന്നെ, വണ്ടി പൊളിഞ്ഞ് തവിട് പൊടിയായി. ഇത്രയും വലിയ വീഴ്ച ഉണ്ടായിട്ട് ഈ വണ്ടിയുടെ ഒരു ഡോറും പൊളിഞ്ഞില്ലേ? ശരിയാണല്ലോ എൻ്റെ പൊന്നെ, ഇത്രയും വലിയ വീഴ്ച ഉണ്ടായിട്ട് ഈ വണ്ടിയുടെ ഒരു ഡോറ് പോലും പൊളിഞ്ഞില്ല. ആകെ പൊളിഞ്ഞെന്ന് പറഞ്ഞ ഫ്രണ്ട് ഗ്ലാസ്സാണ്. അയ്യോ എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ചേട്ടാ, എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേ. എൻ്റെ പൊന്നോഗി ഒന്ന് മിണ്ടായിരടാ അവിടെ എൻ്റെ അകത്ത്. അല്ല പിന്നെ ഓക്കെ, ഇവിടെ ഇപ്പം എല്ലാം അങ്ങനെ കഴിഞ്ഞേക്കാണ്. ശരി ഇനി നമുക്ക് വേറെ വീട്ടിൽ പോവാം, ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ വീട്ടിൽ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അയ്യോ എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ചേട്ടാ എന്ത് ജമ്പായിരുന്നു ചാടിയ. പക്ഷെ എൻ്റെ ഈ വണ്ടിക്ക് ഇത്രയും ബിൽഡ് ക്വാളിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ജീവനോട് ഇരിക്കുന്നത്. എൻ്റെ പൊന്ന്, ഈ ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഭ്രാന്താ. ഇല്ലടാ, ഞാൻ ചുമ്മാ സ്റ്റണ്ട് കാണിച്ച. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയും കാണാം. ഒരു അടിപൊളിയായിട്ടുള്ളൊരു കിടുക്കാച്ചായിട്ടുള്ളൊരു വീഡിയോകളൊക്കെ തന്നെയായിരുന്നു. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓഗീനെയും കോക്രോച്ചിനെയും കൊണ്ടുവന്നത്. ഓക്കെ, എന്തായാലും നൈസൊരു വീഡിയോ ആണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനലുകളൊക്കെ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യുക. നമ്മളാണെങ്കിൽ പിന്നെ ഒരു പുതിയൊരു സെക്കൻഡ് ചാനലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പ്ലീസ് എന്തായാലും ആ ചാനലുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് ചാനൽ പ്ലീസ് എല്ലാവരും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആ ഒരു സെക്കൻഡ് ചാനലിൽ നമ്മൾ മൊത്തത്തിൽ ഗെയിമിംഗ് വീഡിയോസുകളൊക്കെയാണ് ചെയ്യണതെന്ന് വെച്ചാൽ. ഓക്കെ, ഇപ്പോൾ ആ ഒരു ചാനലുകളൊക്കെ 6 സബ്സ്ക്രൈബേഴ്സുകളൊക്കെ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കൊരു 100 സബ്സ്ക്രൈബറെങ്കിലും ആക്കണം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണം.
നമ്മുടെ മെയിൻ ചാനൽ എന്തായാലും 1K നമുക്ക് പെട്ടെന്ന് അടിപ്പിക്കണം കേട്ടോ. ഏകദേശം 900 സബ്സ്ക്രൈബേഴ്സുകളൊക്കെ എത്താറായിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഇപ്പോഴും തന്നെ പ്ലീസ് എന്തായാലും സബ്സ്ക്രൈബുകളൊക്കെ എന്തായാലും ചെയ്യുക. ഓക്കെ, എന്നാലും പൊളി കിടുക്കാച്ച് വീഡിയോസുകളെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ എന്തായാലും നമ്മുടെ സെക്കൻഡ് ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴത്തെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ എന്തായാലും പുതിയ ചാനലിലെ ലിങ്കുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും ഗെയിമിംഗ് ചാനലാണ്. അതിൽ നമ്മൾ കൂടുതൽ ഫൈറ്റിംഗ് ഗെയിംസുകളൊക്കെയാണ് നമ്മളെന്തായാലും ഇടണതെന്ന് വെച്ചാൽ. ഓക്കെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്തായാലും ഈ ഫസ്റ്റ് ഗെയിമിംഗ് വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ.